إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 226 അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നു. അറബികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്ന ഈലാഹ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ശബ്ദത്തെ ആസ്പദമാക്കിയാണ് ഈ ആയത്ത് അവതരിച്ചിരിക്കുന്നത്. ലില്ലദീന യുഖ്ലൂന മിൻ നിസാഇഹിം, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ, അതായത് ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഈലാഹ് തറബ്ബുസു അർബഅതി അശ്ഹുരിൻ, അങ്ങനെ ഈലാഹ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ തറബ്ബുസു നിങ്ങൾ കാത്തിരിക്കണം. അർബഅതി അശ്ഹുരിൻ 4 മാസക്കാലം. ഫഇൻ ഫാഉ, ഇനി നിങ്ങൾ അതിൽ നിന്നും മടങ്ങുകയാണെങ്കിൽ, പിന്മാറുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയം അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ശേഷം അല്ലാഹു പറയുന്നു ഫഇൻ അസമു ത്വലാഖ, ഇനി നിങ്ങൾ ത്വലാഖിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിലോ, വിവാഹമോചനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അപ്പോൾ അല്ലാഹു സമീഉൻ അലീം, എല്ലാം കേൾക്കുന്നവനും, അലീമുൻ, എല്ലാം അറിയുന്നവനുമാകുന്നു, സർവജ്ഞനുമാകുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെയൊക്കെ പൊരുൾ? ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അറബികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു തന്റെ ഭാര്യമാരോട് ഇനി ഞാൻ ബന്ധപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈലാഹ് ചെയ്യുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ഒരു ഈലാഹ് എന്ന് പറയുന്ന ശബ്ദം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി ഇനി 4 മാസക്കാലം അവൻ അതിന് കാത്തിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിധി കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ തോന്നിയപോലെ അവർക്ക് അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പല തവണകൾ ഇങ്ങനെ ഈലാഹ് നടത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള നിരോധനവും അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഇനി ആരെങ്കിലും സൽവിചാരത്തോടുകൂടി അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ, ആ ശബ്ദത്തിൽ നിന്നും പിന്മാറിയാൽ, ആ ശബ്ദലംഘനത്തിനു വേണ്ടി അവൻ ഒരു പാപങ്ങൾക്ക് കൃത്യമായിട്ട് അവൻ അതിന് ഫിദിയ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടും വരും. അതാണ് അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ. ഈ നിയമവശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഫഇൻ അസമു ത്വലാഖ, ഇനി ആരെങ്കിലും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ, ആ സ്ത്രീയെ അവൻ വിവാഹമോചിതയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനും അവന് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സത്യമായി മനസ്സിലാക്കാൻ സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.